ഹലോ നമസ്കാരം. ഇന്ന് നമുക്ക് ഈ ഒരു അടിപൊളി കമ്മൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഇത് ഓണം സീരീസിലെ 10th വീഡിയോ ആണ്. ആദ്യം ഞാൻ ഒരു OHP ഷീറ്റിലേക്ക് ഇതുപോലെ ഗം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം സ്ക്വയർ ഷേപ്പിൽ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺസ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എന്ത് ഷേപ്പിൽ കമ്മൽ ഉണ്ടാക്കിയെടുക്കുമെന്ന് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് ചെയ്തതാണ് കേട്ടോ ഈ ഒരു കമ്മൽ. അങ്ങനെ സെക്കൻഡ് ലെയർ ആയിട്ട് ഞാനൊരു സ്റ്റോൺ ചെയിനാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോൺ ചെയിൻ ഒട്ടിക്കുന്നത് വരെ ഏകദേശമൊക്കെ ഒരു ഐഡിയ മനസ്സിലുണ്ടായിരുന്നു. സെക്കൻഡ് ലെയർ ഫുള്ള് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് എന്നാൽ പിന്നെ ഇതിൻ്റെ അകത്തും കൂടി ഒട്ടിച്ചേക്കാമെന്ന് കരുതി. പിന്നെ ആദ്യം ആലോചിച്ച് വെച്ചിരുന്ന പാറ്റേൺ ഒക്കെ മറന്നുപോയി. പിന്നെ ഇതേ ഒരു പാറ്റേണിൽ ഒതുക്കി കേട്ടോ. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഉള്ളിൽ ആ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലും അത് ശരിയാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ തന്നെ ആദ്യം ആ സ്ക്വയർ ഷേപ്പിൽ അത് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പുറത്ത് കൂടെ മാത്രമേ സ്റ്റോൺസ് ഒട്ടിക്കാവുള്ളൂ. അപ്പോൾ എനിക്കിതാ ഒരു അബദ്ധം പറ്റിയതാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു ഐഡിയ ഇല്ലാതെ ഞാൻ ചെയ്തു വന്നതാണ്. പിന്നെ ഈ ചെയ്തെടുത്തിരിക്കുന്നത് എൻ്റെ സ്റ്റഡാണ് കേട്ടോ, 2 അങ്ങനെ 2 കമ്മലിന് വേണ്ടത് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഡ്രൈ ആകാൻ വെക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഹാങ്ങിങ്സ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, അതാണ് കാണിക്കുന്നത്. ഫ്യൂസ് വയർ എടുത്ത് അത് 2ആക്കി കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ആ ഒരു വൈറ്റ് കളർ ബീഡ് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ 8mm ജെല്ലി ബീഡ് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ആ റൗണ്ട് നോസ് പ്ലയർ ഉപയോഗിച്ച് അതൊന്ന് പിടിച്ചതിന് ശേഷം 2-3 പ്രാവശ്യം ഒന്ന് ചുറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ലോറിയാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആവശ്യമുള്ള അത്രയും ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ഡ്രൈ ആയതിനു ശേഷം കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ആദ്യം സ്റ്റഡിൻ്റെ പോർഷനിലേക്ക് സ്റ്റഡ് ബേസ് ആഡ് ചെയ്ത് കൊടുത്തു. ഹാങ്ങിങ് അറ്റാച്ച് ചെയ്യാനുള്ള ഐപ്പിനും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഹാങ്ങിങ് പോർഷൻ ചെയ്തെടുക്കാം. ഹാങ്ങിങ് പോർഷനിലാണെങ്കിൽ നടുക്ക് ആ സ്പേസ് വരുന്നില്ലേ, അവിടേക്ക് ഒരു ഹാങ്ങിങ് ബീഡ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള ഐപ്പിൻസും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്റർ കണക്ട് ചെയ്യാനുള്ളതും പിന്നെ ഹാങ്ങിങ്സ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഐപ്പിൻസും എല്ലാം ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു പാറ്റേണിൽ തന്നെ ഞാൻ വാക്സ് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അത് ഡ്രൈ ആകാൻ വെക്കാം. ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഇത് അസംബിൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. ആദ്യം സ്റ്റഡും ഹാങ്ങിങ് പോർഷനും ഇന്റർ കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നടുക്ക് ഹാങ്ങിങ് കൊടുക്കാനുള്ള സ്പേസ് വിട്ടിട്ടുണ്ടായിരുന്നില്ലേ, അവിടേക്ക് ആദ്യം 3 റൈസ് ലോറിയാൽസ് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു ഹാങ്ങിങ് ബീഡ്, പിന്നെ 3 റൈസ് ലോറിയാൽസ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഹാങ്ങിങ് ബീഡ്സ് ആഡ് ചെയ്യാനുള്ളിടത്ത് ഹാങ്ങിങ് ബീഡ്സും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഹാങ്ങിങ് ബീഡും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്മലിൻ്റെ ഫൈനൽ ലുക്ക് ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷേപ്പ് ഒന്നും അത്ര കറക്റ്റ് ആയില്ല കേട്ടോ. ഞാൻ വേറെ പാറ്റേൺ ആണ് ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഷേപ്പ് കറക്റ്റ് ആയില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റ് സ്ക്വയർ ഷേപ്പിലൊക്കെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. പിന്നെ ഓറഞ്ച് ഇപ്പോഴത്തെ ട്രെൻഡിങ് കളറാണല്ലോ, അതുകൊണ്ട് ഓറഞ്ച് ഡ്രസ്സൊക്കെ വാങ്ങിച്ചിരിക്കുന്നവർക്കും ഇനി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്.